ഭയങ്കര സന്തോഷം. ജയ ജയ ഹേക്ക് ശേഷം രാജുവേട്ടനുമായിട്ട് ഒരു സിനിമ. രാജുവേട്ടനാണെങ്കിലും ഇപ്പോ സലാറ് പ്രഭാസിന്റെ കൂടെ ചെയ്തു. എല്ലാം വിധിയുടെ വിളയാട്ടം. അത് കഴിഞ്ഞിട്ട് അതെ, വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്തു വരുന്നു അല്ലേ? അതെ അതെ. അക്ഷയ് കുമാറിന്റെ കൂടെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർച്ച ഇപ്പൊ എന്റെ കൂടെയാണ് എന്നുള്ളതാണ്. ഈ സിനിമ ഇതിന്റെ കഥ ഞാൻ ആദ്യം കേൾക്കുമ്പോ മലയാള സിനിമയിൽ ബേസിൽ ജോസഫ് എന്ന താരോദയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു 2-3 വർഷക്കാലം കൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറുകയും അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. അദ്ദേഹത്തെ എനിക്ക് ആദ്യമായി കാണാൻ സാധിച്ചത് വിമാനം എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്റെ സെറ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോടെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. ഇനി ഇതൊക്കെ ചേർത്ത് ഇതിനേക്കാളും വലിയ കോമഡി ഉണ്ട് മക്കളെ. ചിരിച്ചുണ്ടല്ലോ, 2 ആഴ്ചത്തേക്ക് അങ്ങ് ചിരി നിർത്താൻ പറ്റൂല. ബേസിൽ ഒരു പാട്ട് നമുക്ക് കാണിച്ചു തരാടാ. പുതിയ മുഖം പുതിയ മുഖം വയലാർ എഴുതുമോ ഇതുപോലെ? പുതിയ മുഖം എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.